കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ് 2026 ജൂലൈ 11. പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഏറ്റവും പുതിയ വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ചണ്ഡിപ്പൂരിലെ പരീക്ഷണ കേന്ദ്രത്തിൽ പിനാക ദീർഘദൂര ഗൈഡൽ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഏകദേശം 60 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പതിപ്പ് കൃത്യതയും പ്രഹരശേഷിയും കൂട്ടിയതാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ റോക്കറ്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഗഗൻയാൻ ജിവൻ ദൗത്യത്തിനായി ഇന്റഗ്രേറ്റഡ് മെയിൻ പാരച്യൂട്ട് എയർത്രോപ്പ് ടെസ്റ്റ് 5 പൂർത്തിയാക്കി. മധ്യപ്രദേശിലെ ഷിയോപൂരിലായിരുന്നു പരീക്ഷണം. ക്രൂ മൊഡ്യൂൾ സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങുന്നത് ഉറപ്പാക്കുന്ന പാരച്യൂട്ട് സംവിധാനമാണ് പരീക്ഷിച്ചത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലെ നിർണായക ചുവടുവയ്പ്പാണിത്. തമിഴ്നാട് സ്വദേശിയായ 17-കാരൻ അശ്വത്ത് എസ് ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി. പുണെയിൽ നടന്ന ടൂർണമെന്റിൽ 3ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ നോം നേടിയാണ് അദ്ദേഹം ഈ പദവിക്ക് അർഹനായത്. ഇന്ത്യൻ ചെസ്സിലെ യുവതാരങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു ഉദാഹരണം കൂടിയാണ് ഈ നേട്ടം. തൃശൂർ ആസ്ഥാനമായ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മഹേഷ് പൈയെ നിയമിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ നിയമനത്തിന് അംഗീകാരം നൽകി. 3 വർഷമാണ് കാലാവധി. കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലൊന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 2025-26 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി. സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം അളക്കുന്ന സൂചികയാണിത്. ആകെ 1000 പോയിന്റും 70 സൂചകങ്ങളും അടങ്ങിയതാണ് ഈ സൂചിക. തുടർച്ചയായി ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടിയ ഒരു സംസ്ഥാനവുമില്ല എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഗീത നാടക അക്കാദമി നൽകുന്ന ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം 2025 ആചാര്യ രൺഛോഡ് ഗോസ്വാമിക്ക് ലഭിച്ചു. പെർഫോമിംഗ് ആർട്സ് മേഖലയിലെ പ്രതിഭാശാലികളായ യുവ കലാകാരന്മാർക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം എന്നീ രംഗങ്ങളിലെ മികവിനാണ് ഇത് നൽകുന്നത്. CSIR-ന്റെ ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി തദ്ദേശീയമായി HF1234YF എന്ന ഹരിത റെഫ്രിജറന്റ് നിർമ്മാണ സാങ്കേതികവിദ്യ വികസിപ്പിച്ചു. എയർ കണ്ടീഷണറുകളിലും റെഫ്രിജറേഷനിലും ഉപയോഗിക്കുന്ന HFCകൾക്ക് പകരമുള്ള പരിസ്ഥിതി സൗഹൃദ ബദലാണിത്. ഒപ്പം നഗരങ്ങളിലെ വായു ശുദ്ധീകരിക്കാൻ CSIR സിംഫർ വികസിപ്പിച്ച സ്മാർട്ട് ആൽഗൽ ലിക്വിഡ് ട്രീയും ശ്രദ്ധേയമായി. കായിക രംഗത്തെ പ്രധാന വാർത്തകൾ. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ 2-0 തോൽപ്പിച്ചു. എംബാപ്പെ ഗോൾ നേടി. സ്പെയിൻ ബെൽജിയത്തെ 2-1 കീഴടക്കി. മെരിനോയുടെ അവസാന നിമിഷ ഗോളായിരുന്നു നിർണായകം. ജൂലൈ 14 ഫ്രാൻസും സ്പെയിനും സെമിഫൈനലിൽ ഏറ്റുമുട്ടും. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ ഫെരാരിയുടെ ഷാൽ ലെക്ലേർ വിജയിച്ചു. ഇത് ഫെരാരിയുടെ 250ാമത് ഫോർമുല 1 ജയമായിരുന്നു. 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നവംബറിൽ തെലങ്കാന ആതിഥേയത്വം വഹിക്കും. ആദ്യ ചോദ്യം. DRDO ചണ്ഡിപ്പൂരിൽ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് സംവിധാനം ഏതാണ്? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം പിനാക. ഏകദേശം 60 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗൈഡഡ് പതിപ്പാണ് പരീക്ഷിച്ചത്. രണ്ടാമത്തെ ചോദ്യം. മഹേഷ് പൈ പുതിയ MD/CEO ആയി നിയമിതനായ തൃശൂർ ആസ്ഥാനമായ ബാങ്ക് ഏതാണ്? ചിന്തിക്കൂ. ശരിയുത്തരം സൗത്ത് ഇന്ത്യൻ ബാങ്ക്. റിസർവ് ബാങ്കാണ് ഈ നിയമനത്തിന് അംഗീകാരം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം. യുവ കലാകാരന്മാർക്ക് നൽകുന്ന ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം ഏത് സ്ഥാപനമാണ് നൽകുന്നത്? ഓർത്തുനോക്കൂ. ശരിയുത്തരം സംഗീത നാടക അക്കാദമി. പെർഫോമിംഗ് ആർട്സ് മേഖലയിലെ യുവപ്രതിഭകൾക്കുള്ള അംഗീകാരമാണിത്.
ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. പിനാക DRDOയുടെ ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ്. 2. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുതിയ MD മഹേഷ് പൈ. 3. സംഗീത നാടക അക്കാദമി. ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. ജൂലൈ 18-ലെ LGS ബെവ്കോ LDC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുളസി പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഓഗസ്റ്റ് 1-ലെ 10ാം ലെവൽ പ്രിലിംസിന്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ പ്രത്യേക വീഡിയോ ഉണ്ടാകും. 34 തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനത്തിന് ഓഗസ്റ്റ് 5 വരെ അപേക്ഷിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.